ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസനൂസ്. അപ്പം ഇന്നൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ നമ്മുടെ അനൂസാണ് കേട്ടോ അന്ന് വീഡിയോ ഉണ്ടാക്കണത്. സൈഡ് ഡിഷ് അച്ചാർ പോലെ ഉണ്ടാക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് വെച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അവൾ കുറേ ഈ പാചകം ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ബീറ്റ്റൂട്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ വിനാഗിരി, ഇത്തിരി കടുകും ഇത്തിരി ഉപ്പും മാത്രം മതി കേട്ടോ. നമുക്ക് ഇതിൽ ബീറ്റ്റൂട്ടും വിനാഗിരിയും മാത്രമേ വിനാഗിരി എപ്പോഴും ഉണ്ടാവും, ബീറ്റ്റൂട്ട് മാത്രം ആണ് എപ്പോഴും കിട്ടാത്തത്. അപ്പോൾ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാം കേട്ടോ. വിനാഗിരിയൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും വീട്ടിലല്ലേ, എപ്പോഴും ഉണ്ടാവണം കേട്ടോ. ക്ലീനിങ്ങിനൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് വിനാഗിരി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യണത് എന്താ വെച്ചാൽ, ഇത് അരിയുന്നത് നമ്മൾ ഉപ്പേരിക്ക് അരിയണ പോലെയല്ല, ഇത്തിരി വലുതാക്കിയിട്ടാണ് കേട്ടോ. അത് അങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട്, കുറച്ച് തോന വെള്ളം എടുത്തിട്ട് അതിൽ വേവിക്കാനിടുകയാണേ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് വേവിക്കണില്ല കേട്ടോ, അതായത് നല്ലതുപോലെ വേവിക്കണില്ല, പകുതി വേവാക്കിയിട്ട് നമ്മൾ അതിന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഉപ്പിടണം, എന്നാലാണ് ആ ബീറ്റ്റൂട്ടിക്ക് പിടിക്കുള്ളൂ. പിന്നെ ഈ വെള്ളം നമ്മൾ കളയുകയാണല്ലോ. അപ്പോൾ ഇത് വേവിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ ഇനി. അപ്പോൾ ഞാൻ അനുവിനോടൊപ്പം വോയിസ് കൊടുക്കാൻ പറഞ്ഞ് ഓൺ ദ സ്പോട്ടിൽ വോയിസ് കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ. പക്ഷേ ഞാൻ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു എരമ്പിച്ച, അതാണ് ഞാൻ പിന്നെ ആ വോയിസ് മാറ്റിയത്. ഇനി അവൾ പാചകം ചെയ്യുമ്പോൾ അവളെ കൊണ്ട് തന്നെ ഞാൻ വോയിസ് പറയിപ്പിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അച്ചാറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് വേണം തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഒറ്റ ബീറ്റ്റൂട്ട് മതി, അത് ചെറുതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഈ വലിയൊരു ബീറ്റ്റൂട്ടും കൊണ്ട് ഉണ്ടാക്കിയാൽ 2 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ അച്ചാർ എടുക്കണ പോലെ ഓരോ സ്പൂൺ വെച്ചിട്ടാണ് എടുക്കണം, അത് തന്നെ ധാരാളമാണ്, ഇഷ്ടം പോലെ ചോറ് നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മൾ ഇനി ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവിടെ മിക്സിൻ്റെ ജാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അരച്ചെടുക്കണം. അത് ഫൈനായിട്ട് നമ്മൾ അരക്കണില്ല കേട്ടോ, നല്ല നൈസായിട്ടൊന്നും അരക്കണില്ല, പകുതി ചതയ്ക്കുമല്ല, ചതച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കൽ. പക്ഷെ ഇപ്പോൾ അമ്മൂനൊക്കെ അത് ഇത്തിരി അരച്ചിട്ടൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഒരു പകുതി മുക്കാൽ ആവണ വരെ ഒന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ വിനാഗിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ബീറ്റ്റൂട്ട് പകുതി വേവായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് ചൂടാറൊന്നായിട്ടില്ല കേട്ടോ, ചൂടാറാണെച്ചാൽ ഒരുപാട് നേരം എടുക്കൂലേ. അപ്പോൾ നമ്മളത് കുറച്ചൊക്കെയാണ് ചൂടാറിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണേ. അടിക്കുക നമ്മൾ തുടർച്ചയായിട്ട് നിർത്താതെ, അരിയൊക്കെ അരയ്ക്കണ പോലെ തേങ്ങയൊക്കെ അരയ്ക്കണ പോലെ അരയ്ക്കാൻ പാടില്ല. ഇത് ഒന്നുകൂടെ കറക്കുക, പിന്നെ അങ്ങോട്ട് നിർത്തുക, പിന്നെ ഒന്ന് കറക്കുക, നിർത്തുക, അങ്ങനെ വേണം. എന്നാലാണ് അത് എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ ഇട്ട് വരുള്ളൂ. അപ്പോൾ അത് അരച്ചെടുക്കട്ടെ കേട്ടോ. ചെറിയ ചൂടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആവി പോണ് കണ്ടില്ലേ. അപ്പോൾ അത് അരച്ചെടുക്കണമൊക്കെ ഞാനാണ് കേട്ടോ, അവൾ ചെയ്യലൊക്കെ ഉണ്ട്, പക്ഷേ ഞാനപ്പോൾ ഹെൽപ്പിന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് ഒന്നേ എടുക്കണുള്ളൂ, അത് ഇത്തിരി വലുതാക്കി അരിഞ്ഞത് എന്താ വെച്ചാൽ അമ്മൂനത് എടുത്ത് മാറ്റാലോ എന്ന് കരുതിയിട്ടാട്ടോ, അല്ലെങ്കിൽ എരിയൂലേ. അപ്പോൾ ഈ പാത്രം അല്ല കേട്ടോ ഞങ്ങൾ വറുത്തിടാനൊന്നും എടുക്കല്ലേ, പക്ഷേ ഞാൻ ഇതിനായിട്ട് ബീറ്റ്റൂട്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഞാനൊന്ന് ഈ പാത്രത്തിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തതാണ്. അപ്പോൾ അതിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ട് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പില ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇടുമ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് മാറ്റി പിടിക്കും, കാരണം എന്താ വെച്ചാൽ എണ്ണ തെറിക്കില്ലേ, എണ്ണ തെറിച്ച് ഫോണിന് വല്ലതും പറ്റുക പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുഴങ്ങും. അപ്പോൾ അതിങ്ങനെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുകയാണേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ബീറ്റ്റൂട്ട് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്.
ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് വേവിക്കണമൊന്നുമില്ല കേട്ടോ. ഇനി പകുതിയിൽ വെന്തിട്ടുള്ളൂ, ഇനിയും വേവിക്കണമൊന്നുമില്ല. അത് അങ്ങനെ ആകുമ്പോഴാണ്, അത് കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു രസമുള്ളൂ. ഇത് കണ്ടില്ലേ, നൈസായിട്ട് അരിഞ്ഞിട്ടുമില്ല എന്നാൽ ചതഞ്ഞിട്ടുമല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ ഇഷ്ടം. സാധാരണ പകുതി ചതച്ചിട്ടൊക്കെയാണ് എടുക്കൽ. അപ്പോൾ അതൊന്നും കൂടെ അത് മാറ്റണേ ഉള്ളൂ. നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് അതിൽ സുർക്ക ഒഴിക്കുകയാണ് കേട്ടോ, വിനാഗിരി ഒഴിച്ചൊരുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എത്രയാണോ അത് ബീറ്റ്റൂട്ടിൻ്റെ ഇതുള്ളത് വെച്ചാൽ, ഇതിൻ്റെ പേര് നമുക്കറിയില്ല കേട്ടോ, പേരൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. പേര് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, പറഞ്ഞു തരണേ. ഇത് ഇതുവരെ ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ബെസ്റ്റ് സാധനമാണ്. നമ്മൾ ശരിക്കും ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കില്ല, അതിൽ തൈര് ഒഴിക്കുന്ന പോലെ ഇതിൽ സുർക്ക ഒഴിക്കണം, അത്രയേ ഉള്ളൂ മാറ്റം. തൈര് ഒഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അതൊന്ന് നോക്കിയാൽ അറിയാം നമുക്കതിൻ്റെ മാറ്റം. ഇത് നമുക്കൊരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. ഇത്തിരിയും കൂടി എരിവൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ, പച്ചമുളകും കൂടി അത് ചതക്കുകയാണെന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇവിടെ അമ്മൂന് അധികമൊന്നും അങ്ങോട്ട് എരിവ് പറ്റില്ല. അപ്പം നമ്മൾ ഉപ്പൊന്ന് മാനേജ് ചെയ്യണത് ഇപ്പോൾ ആണ് കേട്ടോ. സുർക്ക ചേർത്തിട്ട് നമ്മൾ നോക്കണം, ഉപ്പം മതിയോ എന്ന് നോക്കണം. കാരണം നമ്മൾ ആദ്യം ആ ബീറ്റ്റൂട്ട് വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഇത്തിരിയും കൂടി വേണം പറഞ്ഞിട്ട് അവൾ ചേർത്തിട്ടാ. അപ്പോൾ ആ മിക്സിയിൽ അരച്ചെടുത്തത് മാത്രം ഞാൻ, ബാക്കിയെല്ലാം അവളാണ് കേട്ടോ അത് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.